എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും സംശയമാണ് എവിടെ വീട് വെക്കണം, ഒരു സ്ഥലം കിട്ടിയാൽ എവിടെ വീട് വെക്കണം, അതിൻ്റെ ഏത് ഭാഗത്താണ് വീട് വെക്കേണ്ടത്, മധ്യത്തിൽ വെക്കണോ, സൈഡിൽ മാറ്റി വെക്കണോ, ഏത് കോണിൽ പോകണം, ഇങ്ങനെയൊക്കെ ഒരു പല സംശയങ്ങളും ആൾക്കാർക്കുണ്ടാകാറുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ശാസ്ത്രം അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന കാര്യമാണ്. പല ആൾക്കാർ യൂട്യൂബ് ചാനലിൽ ചൈനീസ് വാസ്തു, ആ വാസ്തു, ഈ വാസ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അത് കന്നിമൂലയ്ക്ക് തൊട്ട് മാറ്റി വെക്കണം, നിർദ്ദിയ കോണിൽ പടമൊക്കെ വരച്ച് കാണിക്കാറുണ്ട് ബോർഡിലൊക്കെ. ഇവിടെ മാത്രമേ വീട് വെക്കാവൂ. ഇതാരുണ്ടാക്കിയതാണ് ഈ നിയമം എന്നൊക്കെ ചോദിച്ചാൽ അവർ ചിലപ്പോൾ ഉത്തരം മുട്ടിപ്പോവും. സ്വന്തമായി പറയണതാണ്. ശാസ്ത്രം അങ്ങനെയല്ല പറയണത്. ധാത്രീതലേ അഭ്യംശിനി മാനുഷാഖ്യം ഗൃഹാഭിവൃദ്ധിപ്രദം ഐശകണ്ഠം ദേവാഹ്വയം നൈരതമിഷ്ടതം സ്യാൽ ഉപേശുവേ ഗേഹവിധൗ നരാണാം എന്ന് ശാസ്ത്രം പറയുന്നു. അപ്പോൾ എന്താണ് അങ്ങനെ പറയണത്? നമ്മളൊരു വീട് വെക്കാൻ തുടങ്ങുമ്പം അതിൻ്റെ ആ വസ്തുവിൻ്റെ ഏത് ഭാഗത്താണ് ആ വീട് വരേണ്ടതെന്നുള്ളതിൻ്റെ ആവശ്യകതയാണ്. ഇപ്പോൾ ഒരു 60 കോൽ നീളവും 60 കോൽ വീതിയുമുള്ള ഒരു സ്ഥലത്ത്, ഒരു അപ്രോക്സിമേറ്റ് ഞാൻ പറയുകയാണ്, അപ്പോൾ അത്രയും നീളമുള്ളൊരു സ്ഥലത്ത് വാസ്തു അനുസരിച്ച് നമുക്കൊരു വീട് വെക്കാം, നല്ലൊരു വീട് വെക്കാം. എല്ലാ വീതികളും ഒക്കെ നോക്കി, വീതികൽപ്പനയൊക്കെ നോക്കി വീട് വെക്കാം. അങ്ങനെ വെക്കാം. ഞാൻ വീതിയെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. ഇപ്പോൾ ഈ കാര്യം പറയാം, ഏത് ഭാഗത്ത് വെക്കണം. അപ്പോൾ ആ വസ്തുവിനെ 4ആയി പകുത്ത് കഴിഞ്ഞാൽ അതിന് 4 ഭാഗങ്ങൾ വരും. ഒന്ന് ഈശാനഖണ്ഡം, ഒന്ന് നിർയതിഖണ്ഡം, ഒന്ന് അഗ്നിഖണ്ഡം, ഒന്ന് വായുഖണ്ഡം. ഇങ്ങനെ നമ്മൾ തിരിക്കും. അങ്ങനെ ആ 4 ഖണ്ഡങ്ങൾ വരുമ്പോൾ 2 ഭാഗത്താണ് നമുക്ക് വീട് വെക്കാൻ ഉത്തമമായി ശാസ്ത്രം പറയുന്നത്. ധാത്രീതലേ, ധാത്രി എന്ന് പറഞ്ഞാൽ ഭൂമിയാണല്ലോ, അതിൻ്റെ ഉപരിതലത്തിലാണല്ലോ വീട് വെക്കുന്നത്. ധാത്രീതലേ അഭ്യംശിനി മാനുഷാഖ്യം ഗൃഹാഭിവൃദ്ധിപ്രദം ഐശകണ്ഠം. അഭിവൃദ്ധി ഉണ്ടാക്കുന്നത് ഈശാനഖണ്ഡത്തിൽ. ഐശകണ്ഠം എന്ന് പറഞ്ഞാൽ ഈശാനഖണ്ഡത്തിൽ, അഥവാ വടക്ക് കിഴക്കേ ഭാഗത്ത്. 4 ഖണ്ഡങ്ങളായി ഭാഗിച്ചാൽ വടക്ക് കിഴക്ക് വരുന്ന ഭാഗത്താണ് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അവിടെ വീട് വെച്ചാൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുന്ന പറയുക. ധാത്രീതലേ അഭ്യംശിനി മാനുഷാഖ്യം ഗൃഹാഭിവൃദ്ധിപ്രദം ഐശകണ്ഠം ദേവാഹുയം നൈരതമിഷ്ടതം സ്യാൽ. ദേവഖണ്ഡത്തിൽ വീട് വന്നാൽ നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ സാധിച്ചു തരും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയൊക്കെ സാധിച്ചു തരുമെന്നാണ് പറയണത്. എവിടെ? ദേവഖണ്ഡം. ദേവഖണ്ഡം എന്ന് പറയുന്നത് നിർവൃതി ഖണ്ഡത്തിന് ദേവഖണ്ഡം എന്നും കൂടെ പേരുണ്ട്. ഈശാനഖണ്ഡത്തിന് മനുഷ്യഖണ്ഡം എന്നും കൂടെ പേരുണ്ട്. അപ്പോൾ ഈശാനഖണ്ഡത്തിലോ അഥവാ ദേവഖണ്ഡത്തിലോ വീട് വരുന്നത് സർവശ്രേഷ്ഠമായിരിക്കുമെന്നാണ്, നല്ലതാണ്. നമ്മുടെ അഭിവൃദ്ധിപ്രദമാകുന്ന ഈശാനഖണ്ഡത്തിൽ കിഴക്ക് വടക്കേ ഭാഗത്ത് ആ ഖണ്ഡത്തിലോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ ഖണ്ഡത്തിലോ, തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്നത് നിർവൃതിഖണ്ഡം അഥവാ ദേവഖണ്ഡം എന്നും ഒരു പേരുണ്ട്, അവിടെ വീട് വരുന്നതോ അത്യന്തം നല്ലതാണ്. അപ്പോൾ മറ്റുള്ള ഭാഗങ്ങളിലൊന്നും വീട് പാടില്ലയോ? പാടില്ല എന്നും ശാസ്ത്രം പറയുന്നു. എവിടെ? പ്രധാനമായിട്ടും പറയുന്നത് അഗ്നിഖണ്ഡത്തിൽ തെക്ക് കിഴക്കേ ഭാഗത്ത്, ആ മൂലയ്ക്ക്, ആ ഖണ്ഡത്തിലേക്ക് മാറ്റി വീട് വരുന്നത് ദോഷമാണ്. ആഗ്നേയഖണ്ഡം യമസംയുതം സ്യാൽ മൃതിപ്രദം ച അഖിലവർജ്യമേതൽ എന്ന് പറയുന്നു. നമ്മുടെ ഈ ആഗ്നേയഖണ്ഡം, തെക്ക് കിഴക്കേ ഖണ്ഡം, അത് യമഖണ്ഡമാണ്, അത് മൃതിപ്രദമാണ്, മരണത്തെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് ച അഖിലവർജ്യമേതൽ, അതിനെ പൂർണ്ണമായും വർജിച്ച് കളയാനാണ് പറയണത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ശാസ്ത്രം പറയുമ്പം എല്ലാവർക്കും മനസ്സിലാകുന്നു. ശാസ്ത്രം പറയാതെ പറയുന്നതൊക്കെ കയ്യെന്നുണ്ടാക്കി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കയ്യെന്നുണ്ടാക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് സത്യമാണോന്നുമില്ല, മനസ്സിലായില്ല. കൂടുതലും ഈ ചാനലിൻ്റെ വളർച്ചയ്ക്കും മറ്റേതിനും സാമ്പത്തികം ഉണ്ടാക്കുന്ന നേട്ടത്തിനും അങ്ങനെയൊക്കെ ആയിട്ട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അവിടെ പാടില്ല, ഇവിടെ അങ്ങനെ എങ്ങനെയൊന്നും അല്ല. ശാസ്ത്രത്തിൽ പറയാറുണ്ട് എങ്ങനെ പാടുണ്ട്, എങ്ങനെ പാടില്ല, എവിടെയാണ് ഉത്തമം, എവിടെയാണ് ഉത്തമമല്ലാത്തത്. അതുകൊണ്ട് കിഴക്ക് വടക്കേ മൂല ഈശാനഖണ്ഡത്തിലും തെക്ക് പടിഞ്ഞാറേ മൂല നിർവൃതി ഖണ്ഡത്തിലും ഏറ്റവും ഉത്തമവും. ഇവിടെ രണ്ടിടത്തും പറ്റാതെ വന്നാൽ വായുഖണ്ഡത്തിലും വീട് വയ്ക്കാം. വായുഖണ്ഡം എന്ന് പറയുന്നത് എവിടെ? വടക്ക് പടിഞ്ഞാറേ മൂല, ആ ഭാഗത്തേക്കും മാറ്റി വീട് വെക്കാം. പക്ഷേ ഈ 3 ഭാഗത്തേക്കും കേന്ദ്രീകരിച്ച് വെച്ചാലും നമ്മുടെ അഗ്നിഖണ്ഡം പൂർണ്ണമായും വർജിച്ച് കളയേണ്ടതാണ്. അത്രേ ഇപ്പോൾ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.